വോട്ടർമാർക്ക് പണം നൽകിയ സ്ഥാനാർത്ഥിയുടെ വീഡിയോ ദൃശ്യങ്ങൾ. ഭരണം കിട്ടാതെ തന്നെ കേരളത്തെ സോമാലിയയാക്കിയ നരേന്ദ്രമോദിയോടുള്ള പ്രതിഷേധവുമായി നേതാക്കളും സമൂഹ മാധ്യമങ്ങളും. പ്രധാനമന്ത്രിയെ പ്രതിരോധിച്ച BJP. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ 3 രാപ്പകലുകൾ മാത്രം അവശേഷിക്കെ തെരഞ്ഞെടുപ്പ് ഗോദയിൽ ഇന്ന് കണ്ടത് ഇതാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു ഈ വിഷയങ്ങളിലെ ന്യായാന്യായങ്ങൾ. ആദ്യം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിൽ പങ്കെടുക്കുക BJP നേതാവ് ശ്രീ MS കുമാർ, കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ ബോസ്, CPM നേതാവ് ശ്രീ A റഹീം, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവൻ എന്നിവർ. ശ്രീ അനിൽ ബോസ്, ഈ വോട്ടർമാർക്ക് പണം കൊടുക്കുന്നതൊക്കെ വടക്കേ ഇന്ത്യയിൽ സ്ഥിരം ആണെന്ന് കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരം ഒരു കാഴ്ച പുറത്തേക്ക് വരുന്നു, എന്തുണ്ട് പറയാൻ? ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ഈ വാർത്തകളിലൂടെ നമ്മൾ കാണുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിലെ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ CP മുഹമ്മദിൻ്റെ വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ ക്യാൻസർ രോഗിയായി കഴിയുന്ന ഒരാളുടെ വീട്ടിൽ ചെല്ലുകയും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി കൈ കൊടുക്കുന്നുവെന്നാണ് അദ്ദേഹം അത് സംബന്ധിച്ച് വിശദീകരണം നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം തന്ന വിശദീകരണം അത് അനിൽ ബോസ്, ഇത്തരം ചർച്ചയ്ക്ക് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ അന്നത്തെ ദിവസം രാവിലെ മുതൽ മാധ്യമങ്ങളിൽ വരുന്ന ദൃശ്യങ്ങൾ താങ്കൾ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അത് ഇതുവരെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരുടെ കുറ്റമായി കാണാൻ സാധിക്കില്ല. അത് കോൺഗ്രസ് ഉത്തരം പറയേണ്ട കാര്യമാണ്. CP മുഹമ്മദ് ഇങ്ങനെ ഒരു വിശദീകരണം അല്ലാതെ മറ്റെന്താണ് പറയുക? പക്ഷേ അവിടെ ഒരു രോഗിയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന കാഴ്ച അല്ല നമ്മൾ കാണുന്നത്. അല്ല, നിലവിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ പര്യടനമടക്കമുള്ള വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഞങ്ങളൊക്കെ തന്നെ സ്ഥാനാർത്ഥികളോടൊപ്പം മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുകയും അതിന് പ്രസംഗിക്കാനും മറ്റിതര പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള യാത്രയിലാണ്. അതുകൊണ്ട് പകൽ ഇത് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാതെ കാണാതെ അത് നിഷേധിക്കുകയോ ഉത്തരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ അല്ല ചെയ്യുന്നത്. നിലവിൽ ഇത്തരം സംഭവങ്ങൾ ഈ വീഡിയോ ക്ലിപ്പിംഗ് എനിക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ട് അതിനെ സംബന്ധിച്ച് ആധികാരികമായി ഇപ്പോൾ പ്രതികരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്നതിന് ശേഷം കേട്ട ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. CP മുഹമ്മദ് പോയത് തൻ്റെ വോട്ടറായിട്ടുള്ള ക്യാൻസർ രോഗിയുടെ കുടുംബത്തിൽ പോവുകയും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായി സംസാരിച്ച കൂട്ടത്തിൽ ഷെയ്ക്കാൻഡ് കൊടുക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. തിരിച്ചെത്താം. ഇത് സംബന്ധിച്ച് ആ കുടുംബത്തിലെ കുടുംബനാഥൻ അവിടെയുണ്ട്, അവിടെ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ഈ രീതിയിൽ ഒരു ഷെയ്ക്കാൻഡ് ആണ് CP മുഹമ്മദ് കൊടുത്തതായി ശ്രീ അനിൽ ബോസിനെ പോലുള്ളവർ ഇത്തരം ചർച്ചകളിൽ പറയുന്നത്. ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരം ദൃശ്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കേണ്ട ഒരു കാര്യം ഉണ്ട് താനും എല്ലാവരും. ശ്രീ റഹീം, നിങ്ങൾ ഇത് കൃത്യമായി ഉപയോഗപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ റഹീമിൻ്റെ നേതാവ് ശ്രീ പിണറായി വിജയൻ്റെ ഫേസ്ബുക്കിലാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കൃത്യമായി വന്നിട്ടുള്ളതും. എന്താണ് ഇത്തരം മറുപടികൾക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, ഇത് അർത്ഥശൂന്യമായ മറുപടിയാണ്, ബാലിശമാണ് ആ മറുപടി. കേരളത്തിൽ ആദ്യത്തെ ഒറ്റപ്പെട്ട സംഭവമല്ല പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്ന വളരെ നീചമായ ഒരു സംസ്കാരം കേരളത്തിൻ്റെ ജനാധിപത്യത്തിൽ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സാരിയും വസ്ത്രവും വിതരണം ചെയ്ത് UDF വോട്ട് പിടിക്കുന്നത് എനിക്ക് തോന്നുന്നു പീപ്പിൾ TV തന്നെയാണെന്ന് ബ്രേക്ക് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദൃശ്യം പുറത്തുവിട്ടത് ഉമ്മൻചാണ്ടി നേരിട്ട് നേതൃത്വം കൊടുത്ത KPCCയുടെ മുഴുവൻ നേതാക്കളും പറന്നു നടന്നിരുന്ന അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പിലാണ് ഇത് ചെയ്തത്. എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ രാഷ്ട്രീയമില്ല. അഴിമതിക്കെതിരെ ഉയരുന്ന ഒരു കാര്യത്തിനും കൃത്യമായ മറുപടിയില്ല. പൊള്ളുന്ന വിലക്കയറ്റത്തിന് നിങ്ങൾ എന്തു ചെയ്തു എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് ഒരു മറുപടിയുമില്ല. പാഠപുസ്തകം 2 ദിവസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ തന്നെ പാഠപുസ്തകങ്ങളുടെ അച്ചടി ഈ വർഷവും വൈകാൻ പോകുന്നു എന്ന വാർത്തയെ സംബന്ധിച്ചായിരുന്നു. അപ്പോൾ എത്ര തവണയാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഭയപ്പെടും എന്നൊക്കെ പറയാറുണ്ട്. ഇതിപ്പോൾ എന്ത് വെള്ളം കണ്ടിട്ട് അവർ ഭയപ്പെടുന്നില്ല. എത്ര അനുഭവം ഉണ്ടായി, ആ അനുഭവങ്ങളിൽ നിന്നൊരു പാഠം പഠിക്കുന്നില്ല. ഈ ജൂണിൽ പോലും കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടുന്നില്ല. റബ്ബറിൻ്റെ വിലയിടിവ്, കർഷകരുടെ ആത്മഹത്യ, ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല. ഇവിടെ KSRTC ജീവനക്കാർ പോലും ആത്മഹത്യ ചെയ്തു പെൻഷൻ കിട്ടാതെ. ഇങ്ങനെ നീറുന്ന പ്രശ്നങ്ങളുള്ള ഒരു സംസ്ഥാനത്ത്, അതുപോലെ തന്നെ കോൺഗ്രസ് ലീഗ് BJP സഖ്യത്തെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ ഉമ്മൻചാണ്ടി ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഓരോ കാര്യത്തിലും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം പ്രതിക്കൂട്ടിലായി പോകുമ്പോൾ മറ്റൊരു വഴിയുമില്ലെന്നാകുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പാണിത്. അവസാന ലാപ്പിൽ ഉത്തരം മുട്ടി പരാജയം ഉറപ്പുവരുമ്പോൾ അവസാനത്തെ വീഴാൻ പോകുന്ന ആൾ അവസാനത്തെ കച്ചിത്തുരുമ്പി കയറി പിടിക്കും പോലെയാണ് ഈ പണവുമായി ഇറങ്ങുക. ഒരു കാര്യം കേരളത്തിലെ ജനത നമ്മളിപ്പോൾ നരേന്ദ്രമോദിയുടെ സോമാലിയ പ്രയോഗവുമായെല്ലാം ബന്ധപ്പെട്ട് കടുത്ത
ആ വിഷയത്തിലേക്ക് വരാം. ഇവിടെ വരുന്നൊരു പ്രശ്നം അത് തന്നെ. അതുമായി ബന്ധപ്പെട്ട് CP മുഹമ്മദിന്റെ കാര്യത്തിൽ ഇടതുപക്ഷം കൃത്യമായി ആ കാര്യത്തെ പിന്തുടർന്ന് ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യം വ്യക്തമാക്കാൻ തന്നെയാണോ പോകുന്നത്, അതോ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒന്നും ഇങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ? അല്ല ഇന്നലെ തന്നെ സഖാവ് പിണറായി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. കേരളത്തിൽ വ്യാപകമായി കള്ളപ്പണം ഒഴുകുന്നു. ഇപ്പോൾ എത്ര ലക്ഷം കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ കള്ളപ്പണ വേട്ട ഈ സന്ദർഭത്തിൽ നടക്കുന്നത്. മദ്യം പിടിക്കുന്നു. അപ്പോൾ കള്ളവും മദ്യവും ഇപ്പോൾ പിന്നെ കഞ്ചാവും ചില കേന്ദ്രങ്ങളിൽ കൊടുത്തുകൊണ്ട് വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതൊരു ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തലാണ്. ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ കോടതി പറഞ്ഞിട്ട് പോലും രാജിവെക്കാതെ ധാർമ്മികത തൂത്തെറിഞ്ഞ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിൽ ധാർമ്മികത കീഴ്വഴക്കങ്ങൾ എന്നൊരു വാക്കൊന്നുമില്ല. അതുപോലെ ജനാധിപത്യത്തിലെ ഇത്തരം ധാർമ്മികതകൾ കൂടി തള്ളിക്കളയാണ്. പക്ഷേ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ ഇതിലൊന്നും വീഴാൻ പോകുന്നില്ല. ജനങ്ങൾ വളരെ ശക്തമായി അവരുടെ നിലപാട്. MS കുമാർ, BJP ഈ കാര്യത്തിൽ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ പണം കൊടുത്ത് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം വന്ന സ്ഥിതിക്ക്, ആ രീതിയിലുള്ള ദൃശ്യം പോലും വന്നിരിക്കുന്ന സ്ഥിതിക്ക്, മുഖ്യ പ്രതിപക്ഷ കക്ഷികളൊക്കെ ഈ രീതിയിൽ പ്രതികരണങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിൻ്റെ പിന്നാലെ നിങ്ങൾ എന്തെങ്കിലും പ്രതികരണം അതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ശരിക്കും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത്. നേരത്തെ ലാൽ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിലും തമിഴ്നാട്ടിലുമൊക്കെ, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലുമൊക്കെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ തലയെണ്ണി കാശ് കൊടുക്കുമെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളം വളരെ സംസ്കാര സമ്പന്നമെന്ന് അഭിമാനിക്കുന്ന, വോട്ട് നിർഭയമായും നിഷ്പക്ഷമായും ചെയ്യണമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ വോട്ട് ഇങ്ങനെ കാശ് കൊടുത്തു വാങ്ങുന്ന ഒരു ദൃശ്യം അതിങ്ങനെ കാണുന്നത് വളരെ അത്ഭുതത്തോടെയാണ്, വളരെ വ്യസനത്തോടെയാണ്. കാരണം ഇതല്ല നമ്മുടെ ജനാധിപത്യ സംസ്കാരം. അതാര് ചെയ്താലും, ഞാൻ മറ്റൊന്നുകൂടി ചേർത്ത് വായിക്കുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ ന്യൂസുകൾ പറഞ്ഞ ഒരു കാര്യം, മംഗലാപുരത്തെ ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വിഡ്രാ ചെയ്തതിനെക്കുറിച്ച് റിസർവ് ബാങ്ക് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇതും കൂടി ചേർത്ത് വെച്ച് നോക്കണം. ആ പണം എവിടെ ഉപയോഗിക്കുന്നു? കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മംഗലാപുരത്തെ ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിൻവലിക്കുന്നത് എവിടെ വരുന്നു, എവിടെ പോകുന്നു? അത് ഈ കാസർഗോഡ്, മഞ്ചേശ്വരം ഭാഗങ്ങളിൽ തമിഴ്നാടിനെയും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ വോട്ട് വിലയ്ക്ക് വാങ്ങുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ കാര്യത്തിൽ ശ്രീ MS കുമാർ, ഈ കാര്യത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ തന്നെ അത് കൃത്യമായി നിങ്ങളുടെ പ്രചരണ മാധ്യമങ്ങളിൽ കൂടി പുറത്തേക്ക് വന്നോ എന്നൊരു സംശയമുണ്ട്. നിങ്ങളും പണം ചെലവാക്കുന്ന കാര്യത്തിൽ പുറകിലൊന്നുമല്ലല്ലോ. നിങ്ങളുടെ സ്ഥാനാർത്ഥികളും ഒഴുക്കുന്ന പണത്തെക്കുറിച്ചുള്ള കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഒരുപക്ഷെ ഏത് ബാങ്കുകളിൽ നിന്നാണ് നിങ്ങൾ ഇത് റിലീസ് ചെയ്യുന്നത് എന്നതും കൂടി അന്വേഷിക്കേണ്ടി വരുമോ? ഏത് ചിലവരെയാണ് ഉദ്ദേശിക്കുന്നത്? പ്രചരണത്തിൽ നിങ്ങൾ വളരെ മുമ്പിലാണ് എന്നും പ്രചരണ രംഗത്ത് നിങ്ങൾ വളരെ നിറം പിടിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നും നിങ്ങൾ വലിയ രീതിയിൽ കാടിളക്കി പ്രചരണം ചെയ്യുന്നത് പണം ചെലവാകുന്നുണ്ടും എന്നും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ യാഥാർത്ഥ്യമുണ്ടോ? ലാലെ, അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്ന് ചെറുപ്പക്കാർ BJP ഉണ്ട്. ചെറുപ്പക്കാരുള്ളിടത്ത് പ്രചരണത്തിൻ്റെ വീര്യവും വാറും വീശിയും എല്ലാം കൂടെ അത് BJP അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞത് പണം മുടക്കി ചെയ്യുന്നു എന്ന് നിങ്ങളുടെ താര പറഞ്ഞ് നിങ്ങൾക്ക് എന്താ തെളിയിക്കാൻ സാധിക്കുന്നത്? മറ്റുള്ളവരെക്കാൾ അല്ല, ഞാൻ പറയുന്നു, ചെവരെഴുത്ത് മറ്റുള്ളവരെക്കാൾ 4 ചവര് അധികം എഴുതും. അതിനുള്ള ചെറുപ്പക്കാരുണ്ട്, അവരുടെ ആർജവമുണ്ട്. 4 ബോർഡുകൾ കൂടുതൽ വിളിക്കും, 4 പോസ്റ്റർ കൂടുതൽ ഒട്ടിക്കും. അതാണ് BJP ചെയ്തിട്ടുള്ളത്. അതൊന്നും കാശ് മുടക്കി ചെയ്യുന്നതല്ല. സന്ദർഭത്തിൽ ചോദിച്ചു സജീവൻ, ഈ പണമൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് പല ഭാഗത്തു നിന്നും. ഇപ്പൊ സ്ഥാനാർത്ഥികൾ തന്നെ പണം എന്ത് കാര്യത്തിനാണ് കൊടുത്തത്, അല്ലെങ്കിൽ പണമാണോ കൊടുത്തത്, കൈ പിടിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നോ എന്നുള്ള തർക്കം അവിടെ കിടക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ പണമൊക്കെ ഒഴുകുന്ന ഘട്ടത്തിലും അതിൻ്റെ പിന്നിൽ എന്താണ് യാഥാർത്ഥ്യം? സ്ഥാനാർത്ഥികൾ ഇങ്ങനെ പണം കൊടുക്കുന്ന രീതി കേരളത്തിൽ ആദ്യമായിട്ട് ആണോ നമുക്ക് പറയാൻ പറ്റുക? ഇതിപ്പോൾ ഇങ്ങനെ എന്തിനാണ് കൊടുത്തിട്ടുണ്ടാകുക? ഒപ്പം തന്നെ BJPയുടെ അവകാശപ്പെടുന്നത് പോലെ ഇത്രയും പണമൊഴുക്ക് നടക്കുമ്പോഴും ആത്മാർത്ഥമായ ആളുകളൊക്കെ പണിയെടുത്ത് പണം വാങ്ങിക്കാതെ ചില പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നതും വിശ്വസിക്കാൻ സാധിക്കുന്നതാണ്. വോട്ടർമാരെ സ്വാധീനിക്കാൻ പല രീതിയും പല വിദ്യയും നടപ്പാക്കി നോക്കാറുണ്ട്. ഇപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വോട്ടർമാർക്ക് പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് കുറച്ച് കാലമായിട്ട് കേൾക്കുന്നതാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ഇപ്പോഴാണ്. അത് എങ്ങനെയാണ്, കൊടുത്തതാണോ പണമാണോ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതിനെ CP മോഹനെ പോലുള്ള ആളുകൾ നിഷേധിക്കുന്നുണ്ട്. എന്തായാലും അത് ശരിയാണെങ്കിൽ അങ്ങേയറ്റത്തെ മോശമായ ഒരവസ്ഥയാണ് കേരള രാഷ്ട്രീയത്തിലും സംഭവിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ശ്രീ MS കുമാർ പറഞ്ഞ പോലെ ഇവിടെ ചെറുപ്പക്കാർ മൊത്തമായിട്ട് പണിയെടുക്കാൻ വരുന്ന ഒന്നുമല്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണല്ലോ.
ഇവിടെ എത്രമാത്രം ചുമരെഴുതാൻ ആളുകൾ തയ്യാറായാലും ചുമരെഴുത്തിനേക്കാളൊക്കെ അപ്പുറത്ത് ഇവിടെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും ഒക്കെ എത്രമാത്രം ഉണ്ട് എന്നും പ്രചരണ വാഹനങ്ങൾ എത്രമാത്രം ഓടുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അതൊന്നും കാശ് ചിലവില്ലാതെ നടക്കുന്ന എല്ലാവരുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കണക്കാക്കുന്നില്ല. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എത്രമാത്രം പണം ചെലവഴിക്കാമെന്ന് പറഞ്ഞോ അതിൻ്റെ എത്രയോ ഇരട്ടി, 100 ഇരട്ടിയും 1000 ഇരട്ടിയും ഒക്കെ കാശാണ് ഓരോ മണ്ഡലത്തിലും ഒഴുകുന്നത്. അത് ആ ഒഴുക്കൽ അതൊരു പക്ഷേ വേണമെങ്കിൽ പ്രചരണത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വോട്ടർമാരെ ചെന്ന് കണ്ട് കാശ് കൊടുത്ത് അവരെ സ്വാധീനിക്കുന്ന ഒരു പ്രവണത അത് ഏറ്റവും മോശമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ അപഹസിക്കുന്ന രൂപത്തിലുള്ള ഒന്നായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പോയിട്ട് വെറുതെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നൊരു കാര്യം എന്തായാലും വിവാദമാവും എന്നുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിവാദമാവും എന്നറിയാമല്ലോ. അപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ മാത്രമാണ് പോയതെങ്കിൽ അത് ഈ ഒരു ഘട്ടത്തിൽ പോകണ്ടല്ലോ, അല്ലാത്ത സമയത്ത് പോകാം. കാശ് കൊടുക്കുകയാണെങ്കിൽ കാശ് ഈ സമയത്ത് കൊടുക്കേണ്ടല്ലോ. അപ്പോൾ ഈ ഇലക്ഷൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് സത്യത്തിൽ ഇത് പുറത്തു വരികയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായ ഈ ഒരു സംഭവത്തിലൂടെ ഉള്ളൊരു നേട്ടം എന്ന് പറയുന്നത് നമ്മൾ അഴിമതിയെക്കുറിച്ചൊക്കെ ഇത്രയും കാലം പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഒരു പ്രധാനമന്ത്രിയുടെ ഒരു പ്രയോഗത്തിലൂടെ, സോമാലിയ പ്രയോഗത്തിലൂടെ മൊത്തം രാഷ്ട്രീയം അങ്ങ് മാറുകയായിരുന്നു. പിന്നീട് എല്ലാ ആളുകളും സൊമാലിയയിലേക്ക് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന രൂപത്തിൽ ആ വാക്ക് മാത്രം പ്രയോഗിക്കുന്ന രൂപത്തിലുള്ള പ്രചരണ കാര്യങ്ങളാണ് നീങ്ങിയിരുന്നത്. മുഖ്യമന്ത്രി ഓരോ ദിവസവും പുതിയ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ എടുത്തിടുന്നു. അങ്ങനെ സോമാലിയയിലേക്ക് മാറിയിരുന്ന ഈ ഒരു പ്രചരണ രംഗത്തെ മൊത്തമായിട്ട് മാറ്റിയെടുക്കാൻ ഇപ്പോൾ ഈ ഒരു കാര്യത്തിനെത്തിയിരിക്കുന്നത്. വീണ്ടും ഇവിടെ ഭരണരംഗത്തുണ്ടായിരുന്ന അഴിമതിയെക്കുറിച്ച് പറയുമ്പോഴും അല്ലാത്തൊരു പ്രചരണ രംഗത്തും വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനൊക്കെ ഇത്തരത്തിലുള്ള അഴിമതികൾ നടക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നുണ്ടെങ്കിൽ അത് ആളുകളുടെ ഇടയിൽ ചർച്ചാ വിഷയമാകേണ്ടതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ, വോട്ടർമാർ അടുത്ത 16-ാം തീയതി വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഇത്തരം കാര്യങ്ങൾ കൂടി ചിന്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ തിരിച്ചു വരാം ശ്രീ സജീവൻ. ശ്രീ അനിൽ ബോസ്, ഒരുപക്ഷെ സോമാലിയ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു, അത് ചർച്ച ചെയ്യപ്പെടണോ എന്നുള്ളതും നമുക്ക് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഈ ചർച്ചയിൽ അത് വരണം. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ CP മുഹമ്മദിൻ്റെ കൈ കൊടുക്കുന്ന ദൃശ്യം, കൈ കൊടുക്കുന്ന എന്നുള്ളത് ഇൻവെർട്ടർ കോമയ്ക്കകത്ത്, ആ ദൃശ്യം നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ ചിത്രം എടുക്കുന്നത് അവിടെ തന്നെയുള്ള ആളുകളാണ്. CP മുഹമ്മദിൻ്റെ പ്രചരണമാണ് അവിടെ നടക്കുന്നത്. അവിടെയുള്ള CP മുഹമ്മദിൻ്റെ കൂടെയുള്ള ആളുകളോ അതല്ലെങ്കിൽ ആ ക്യാൻസർ രോഗബാധിതനുള്ള വീട്ടിൽ നിന്നുള്ള ആരെങ്കിലുമോ ഒക്കെ തന്നെയാണ് ആ ചിത്രം എടുക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ ഒരു ചിത്രം എടുക്കണമെന്നൊരു മനോഭാവം ഉണ്ടാകുന്നത് തന്നെ അവിടെ എന്തോ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നടന്നു എന്ന കണ്ടെത്തൽ കൊണ്ടാണ് അത് ഉണ്ടാകുക. അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഭിന്നിപ്പ് കൊണ്ട്, വിഭാഗീയത കൊണ്ട് ആ ചിത്രം പുറത്തേക്ക് വരാം. അതിൽ ഇങ്ങനെ ഒരു കൃത്യം നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് ആരെങ്കിലും ചോർത്താം. ഇങ്ങനെ പലതുമാണ് സംഭവിക്കുക. അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ടതുമുണ്ട്. നിങ്ങളുടെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ജനങ്ങളുടെ മുമ്പാകെ കാര്യങ്ങൾ പറയണ്ടേ? അല്ല, ഇത് പരിശോധിക്കപ്പെടുന്നതിന് മുമ്പ് ശ്രീ റഹീം പറഞ്ഞൊരു കാര്യത്തോട് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം അതായത് അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാപകമായ അഴിമതി ആരോപണം വന്നിട്ട് അദ്ദേഹം യാതൊരു നാണവുമില്ലാതെ അതിനെ ഒന്നും അഭിമുഖീകരിച്ച് വ്യക്തമായ നിലപാടുകളോ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സമീപനമോ സ്വീകരിക്കാതെ പോവുകയാണ്, കോടതി അടക്കമുള്ള ആളുകളെ അവമാനിക്കുന്ന തരത്തിൽ പോവുകയാണെന്ന് പറയുകയുണ്ടായി. അത് പറയുന്ന ആളുടെ നേതാവ് മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്ന പിണറായി വിജയൻ SNC ലാവ്ലിൻ കേസിൽ തനിക്കെതിരായി പ്രതിസ്ഥാനത്ത് വന്ന് ആരോപണം ഉണ്ടായപ്പോൾ ആ കോടതിയിൽ കയറി ചെല്ലാൻ മടിച്ച് ഒളിച്ച് നടന്നത് കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. ശ്രീ അനിൽ ബോസ് ഇതാണ് ആകെപ്പാടെ കിട്ടുന്ന 40-45 മിനിറ്റിൽ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകല്ലേ ശ്രീ അനിൽ ബോസ്. എന്റെ ചോദ്യം ഇതാണ്, ഈ CP മുഹമ്മദുമായി ബന്ധപ്പെട്ട വിഷയം ഇങ്ങനെ പുകമറയിൽ കിടക്കുമ്പോൾ നിങ്ങൾ അത് വിട്ട് ലാവ്ലിന്റെ പുറകെ പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ലാവലിന്റെ പുറകെ പോകുന്നല്ല. ലാൽ എന്തിനാ അസ്വസ്ഥനാകുന്നത്, അല്ലെങ്കിൽ റഹീം എന്തിനാ അസ്വസ്ഥനാകുന്നത്? അവർ പറഞ്ഞപ്പോൾ ഞാൻ അസ്വസ്ഥനായില്ലല്ലോ. എനിക്ക് വിഷയത്തിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ അതുപോലെ തന്നെ BJPയുടെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്ന
ശ്രീ MS കുമാറൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരാരും തെരഞ്ഞെടുപ്പിൽ പണം മുടക്കാതെ കേരളത്തിലെ ചെറുപ്പക്കാർ അങ്ങ് ആവേശത്തോടു കൂടിയാണ് അവരുടെ ബോർഡുകളൊക്കെ വെക്കുന്നതെന്ന് പറയുമ്പോൾ ഇതൊക്കെ കേരളീയ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുക. ആകെ 28 ലക്ഷത്തോളം രൂപ ചെലവ് മാത്രം വിനിയോഗിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി കേരളത്തിൽ കേന്ദ്ര ഭരണത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും പ്രധാനമന്ത്രിയുടെ ഓരോ വരവിനും തന്നെ എത്ര രൂപയാണ്, എത്ര കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ഒഴുക്കുന്നത്. ഓരോ സ്ഥലത്തും കേന്ദ്രമന്ത്രിമാർ വന്ന് സ്തംഭടിച്ചുകൊണ്ട് എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ അധികാരത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ വേണ്ടി കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളോട് പറയൂ, എന്നിട്ട് വോട്ട് പിടിക്കാൻ നോക്കൂ. പക്ഷേ അതിനിടയിൽ കൂടി ഇത്തരം ദൃശ്യങ്ങൾ വരുന്നത്, പണം കൊടുക്കുന്നത് പോലെ തോന്നിക്കുന്ന ദൃശ്യങ്ങൾ വരുന്നത്, ആ ചർച്ച വരുന്നത് നിങ്ങൾക്ക് ഭൂഷണമല്ല, അത് ശരിയല്ല എന്ന് നിങ്ങൾ തന്നെ തെളിയിക്കണം. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇതുപോലെ വരുമ്പോൾ അന്വേഷിക്കാനുള്ള സമിതികൾ ഉണ്ടാക്കാറുണ്ട്. അത് ഈ കാര്യത്തിലും തീർച്ചയായും ഇത്തരം ഒരു സംഭവം നിലവിൽ ഇപ്പോൾ CP മുഹമ്മദ് ഇതേക്കുറിച്ച് ഒരു അഭിപ്രായവും അദ്ദേഹത്തിൻ്റെ നിലപാടും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ റെക്കോർഡ് ചെയ്ത് ഇത് സംപ്രേഷണം ചെയ്തു എന്ന് പറയുമ്പോൾ അത് ചെയ്ത ആളുകളുടെ ഇൻട്രസ്റ്റ് വ്യക്തമായി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ബോധപൂർവം ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തെ അട്ടിമറിക്കാൻ, തുടർ ഭരണത്തിന് വേണ്ടി നിൽക്കുന്ന UDF ഗവൺമെന്റിന്റെ തുടർ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ ചില കേന്ദ്രങ്ങളിൽ കൃത്രിമമായി ചമച്ച രേഖയാണോ എന്ന് പരിശോധിക്കപ്പെടുന്നത്. കുറച്ചുകൂടി കൃത്രിമമായി ചമച്ചതാണെന്നൊക്കെ കണ്ടെത്തിയിരിക്കുന്നു ചുരുങ്ങിയ നിമിഷം കൊണ്ട്. ശ്രീ റഹീം, ഞാൻ പറയട്ടെ, അല്ലല്ല കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ ലാൽ, ഇപ്പോൾ ഈ ചാനൽ പ്ലീസ് ലാൽ പ്ലീസ് സ്ഥാനാർത്ഥിയോ അല്ല, ഒരു മിനിറ്റ്. ഇപ്പോൾ ഈ ചാനലിൽ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കാണുന്ന വിഷ്വലിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിനെ കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞത്. ശരി, ഇപ്പോൾ ഇവിടെ സംപ്രേഷണം പങ്കെടുക്കുമ്പോൾ തന്നെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനപ്രാതിനിധ്യ നിയമം 123 വകുപ്പ്, സ്ഥാനാർത്ഥിയോ അവളുടെ ഏജന്റോ വോട്ടർക്ക് പണമോ മറ്റെന്തെങ്കിലും സമ്മാനമോ നൽകുന്നത് ജനപ്രാതിനിധ്യ നിയമം 123 വകുപ്പ് പ്രകാരം കൈക്കൂലിയായി കണക്കാക്കും. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വോട്ടിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ്. ഏറ്റവും കൂടുതൽ ഇലക്ഷൻ കമ്മീഷന് സ്ഥാനാർത്ഥിത്വം റദ്ദാക്കാം, തിരഞ്ഞെടുക്കൽപ്പെട്ടാൽ പോലും തിരഞ്ഞെടുപ്പ് അസാധുവാകും. എന്തിനാണ് നിങ്ങൾ ഈ ഭരണം മുഴുവൻ കൈക്കൂലിയായിരുന്നു, അഴിമതിയായിരുന്നു. ഇപ്പോൾ ഇതിൽ പോലും നിങ്ങളെന്തിനാ കൈക്കൂലി കൊടുക്കുന്നത്? രണ്ടാമതൊരു കാര്യം എന്താണെന്നറിയാമോ? ഇപ്പോഴും വന്ന വാർത്തയാണ്, മൂവാറ്റുപുഴയിൽ മത്സ്യഫെഡിൻ്റെ വാഹനത്തിൽ കോൺഗ്രസ് നേതാക്കൾ സഞ്ചരിച്ചിരുന്ന മത്സ്യഫെഡിൻ്റെ ബോർഡ് വാഹനം, ഔദ്യോഗിക വാഹനത്തിൽ മദ്യക്കുപ്പികൾ നാട്ടുകാർ പിടികൂടി. അപ്പോൾ അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്ന് പിടികൂടി. ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത് തൃപ്പൂണിത്തുറയിൽ മഹാനായ കെ ബാബുവിൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയ മദ്യക്കുപ്പിയായിരുന്നു എന്നവർ സ്ഥിരീകരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത. മദ്യം നിരോധിച്ചുകൊണ്ട് ചിലപ്പോൾ അവരെടുത്ത് മാറ്റുന്നതാകാം. നിരോധിച്ച മദ്യം എന്തായാലും മന്ത്രി ബാബുവിൻ്റെ നാട്ടിലേക്കാണ് കൊണ്ടുപോയതെന്ന് അവർ പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കാസർഗോഡ് കോൺഗ്രസിന്റെ ചിഹ്നം പതിച്ച 500 രൂപയുടെ നോട്ടുകൾ വ്യാപകമായി പ്രചരിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ ചാനൽ ബോസ്, നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? നിങ്ങളുടെ KPCC അധ്യക്ഷൻ ആദർശ ധീരൻ എന്നാണ് നിങ്ങളൊക്കെ പറയുക. എന്തേ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് ട്വീറ്റ് കണ്ടില്ല, എന്തേ ഒരു പോസ്റ്റിംഗ് കണ്ടില്ല, ഒരു പ്രതികരണം ഫേസ്ബുക്കിൽ പോലും കാണുന്നില്ല? നിങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കുക? നിങ്ങൾ ഈ അഴിമതി നിറഞ്ഞ സർക്കാർ, ആ സർക്കാർ നിങ്ങൾ പണം കൊടുത്തിട്ട് ഇതുകൂടി വാങ്ങാമെന്ന് കരുതുകയാണോ? പണം കൊടുത്താൽ എന്തും ലഭിക്കുന്ന നാടായിരുന്നു കഴിഞ്ഞ നിങ്ങളുടെ കാലത്ത്. സന്തോഷ് മാധവന് ജയിലിൽ കിടന്ന് ഭൂമി തന്നെ കൊടുത്തു, വിജയമല്യയ്ക്ക് ഭൂമി കൊടുത്തു. അങ്ങനെ സർക്കാർ ഭൂമി പോലും കൈക്കൂലി കൊടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞ ഈ നാട്ടിൽ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് ഈ കൈക്കൂലി കൊടുത്താൽ വോട്ടും കിട്ടും, വീണ്ടും അധികാരം കിട്ടുമെന്നാണോ? ശ്രീ MS കുമാർ, ഇപ്പോൾ നിങ്ങളെയും വെറുതെ വിടുന്നില്ല. ചോദ്യം ചോദിക്കുമ്പോൾ ലാവലിനിലേക്ക് ശ്രീ അനിൽ ബോസ് കടന്നു. ഒപ്പം നിങ്ങൾ നേരത്തെ ശ്രീ MS കുമാർ തന്നെ സൂചിപ്പിച്ചതുപോലെ യുവാക്കളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നതൊക്കെ പണം കൊടുത്താണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് പാർട്ടിയാണ് അത് ചെയ്യാത്തത് എന്ന ഒരു പൊതു ന്യായീകരണമാണ് ശ്രീ അനിൽ ബോസ് ഈ വിഷയത്തിലെടുത്തത്. അനിൽ ബോസ് മാത്രമല്ല, ലാലും അങ്ങനെ തന്നെ പറയാൻ ശ്രമിച്ചു. നീ നോക്കൂ, ഒരു വ്യക്തിക്ക് സ്ഥാനാർത്ഥി നിൽക്കുന്ന കൊണ്ട് കൊടുക്കുന്ന പണം, അത് ക്യാമറ ദൃശ്യങ്ങൾ കാണിക്കുന്നതും BJPയുടെ പ്രചരണവും തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ ബന്ധപ്പെടുത്തുന്നത്? BJP മാത്രമാണോ ചുവരെഴുതിയിട്ടുള്ളത്? BJP മാത്രമാണോ കൊടിതോരണങ്ങൾ തൂക്കിയിട്ടുള്ളത്? CPM സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിട്ട് വെട്ടിപ്പോയിരിക്കുകയാണോ? കോൺഗ്രസ് സ്ഥാനാർത്ഥി വെട്ടിപ്പോയിരിക്കുകയാണോ? കേരളം മുഴുവൻ എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ പ്രചരണങ്ങളും അവരുടെ വിജയ ആഘോഷത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ? അതൊക്കെ BJP മാത്രം ചെയ്യുന്നതാണോ? പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ പോലെ ഒരു പൊതു ബോർഡ് വെച്ച് 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ പോസ്റ്റർ പതിക്കുകയല്ല ചെയ്യുന്നത്. പോസ്റ്റർ ഓരോ മണ്ഡലത്തിലൂടെ ഇറങ്ങി നോക്കിയാൽ അവരവരുടെ ശക്തിക്ക് അനുസൃതമായി ചെയ്യും.
നിങ്ങൾക്ക് അതിനെപ്പറ്റി പരാതി ഉണ്ടെങ്കിൽ അതിന് പരാതിപ്പെടാനുള്ള പരാതിയല്ലല്ലോ, സംശയമാണ് ചോദിച്ചത്. ഈ കാര്യത്തിൽ പണം അല്ലല്ല, ചെലവാക്കുന്നത് ഒരു ആര്, എങ്ങനെ, എവിടുന്ന് പണം വരുന്നു, ഈ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞോളാം. വോട്ടറെ സ്വാധീനിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥി പണം കൊടുക്കുന്നതും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രചരണം നടത്തുന്നതും തമ്മിൽ നിങ്ങളെങ്ങനെ ബന്ധപ്പെടുത്തുന്നത് അതായിരിക്കും മനസ്സിലാകാത്തത്. ശരി, അപ്പൊ ആ കാര്യത്തിൽ അങ്ങയുടെ അല്ലല്ല, തർക്കം എന്താണ് ഇപ്പോൾ? ഇടതുപക്ഷ മുന്നണി ഇവിടെ പ്രചരണം നടത്തുന്നില്ലേ? കോൺഗ്രസ്സുകാർ പ്രചരണം നടത്തുന്നില്ലേ? പിന്നെ കേന്ദ്രമന്ത്രിമാർ വരുന്നു, ഞങ്ങൾക്ക് കേന്ദ്രമന്ത്രിമാരുള്ളത് കൊണ്ട് വരുന്നു. ഇലക്ഷന് വേണ്ടി വോട്ടർക്ക് പണം കൊടുത്ത് കൈക്കൂലിയായി കൊടുക്കുന്നതും ഇത് രണ്ടും രണ്ട് തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തെ അംഗീകരിക്കുന്നു. പക്ഷേ BJP ആ ആരോപണം വളരെ കൃത്യമാണ്. ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രത്തിലെ അധികാരത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഒത്തിരി കള്ളപ്പണം ഇവിടെ ഒഴുക്കുന്നുണ്ട്. നിങ്ങളില്ലാന്നും പറയണ്ട. നിങ്ങൾ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്ന ക്യാമ്പയിന് നിങ്ങൾ കേരളത്തിൽ എവിടെ നിന്നാണ് പണം പിരിച്ചത്? ഇതൊക്കെ വളരെ കൃത്യമാണ്. അത് ഈ ഉയർന്ന ആരോപണം കറക്റ്റാണ്. ജനാധിപത്യത്തിൽ അതും ബാധകമാണ് എന്നോർക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഒരു കോർപ്പറേറ്റുകളിൽ നിന്നും പണം പിരിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കോർപ്പറേറ്റുകളിൽ നിന്നും പണം പിരിക്കേണ്ടതില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളത് തെളിയിക്കുക, ആരെങ്കിലും വാങ്ങിയിട്ടുണ്ട് എന്ന്. ഞങ്ങളതിൽ വളരെ കൃത്യമായൊരു സുവ്യക്തത പുലർത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പണം വേണ്ടതുണ്ട്, യാതൊരു സംശയവും വേണ്ട. ഇത്തവണയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് 2 മാസം നീണ്ട പ്രചരണമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ആ രംഗത്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ചുമതലയെടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പണമൊക്കെ ആവശ്യമാണ്. ഈ വിഷയത്തിലേക്ക് നമ്മൾ വന്ന ഇപ്പൊ CP മുഹമ്മദിന്റെ വിഷയത്തിൽ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കൂടെ കടക്കേണ്ടതുള്ളത് കൊണ്ടാണ്. CP മുഹമ്മദിന്റെ വിഷയത്തിൽ നിങ്ങൾ അടിയുറച്ചു തന്നെ ആ വിഷയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായും. ശ്രീ MS കുമാർ, നിങ്ങൾക്ക് അത്രയും ശക്തിയായ ഒരു വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റുമെന്ന്? അല്ല, ഇപ്പോൾ ഈ ക്ലിപ്പിംഗ്സ് മാത്രമാണ് കണ്ടത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. തീർച്ചയായിട്ടും അത് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ന്യായമായ തെരഞ്ഞെടുപ്പിന് എതിരാണ്. അതിനെതിരെയുള്ള എല്ലാ ക്യാമ്പയിനും BJP നടത്തും. ഇത് വ്യാജമായി സൃഷ്ടിച്ചതാണെന്നും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ വിജയിക്കാൻ പോകുന്നതിനെ, UDF തുടർ ഭരണത്തിലേക്ക് വരാൻ പോകുന്നതിനെ അട്ടിമറിക്കാനാണ് ഇതൊക്കെ ആരൊക്കെയോ കരുതിക്കൂട്ടി ചെയ്തത് എന്നുമാണ് ശ്രീ അനിൽ ബോസ് ഇപ്പോൾ സംശയിക്കുന്നത്. അതിന് സാധ്യതയുള്ളത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ റഹീമിൻ്റെ പാർട്ടി അല്ലെങ്കിൽ MS കുമാറിൻ്റെ പാർട്ടി, ഇത് രണ്ടുമാണല്ലോ. നിങ്ങളാണല്ലോ എതിരാളികൾ. ആദ്യം റഹീം. അല്ല, ഞങ്ങളിത് എന്ത് ചെയ്യാനാ? അവരുടെ സ്ഥാനാർത്ഥി വീട് കയറാൻ പോകുമ്പോൾ അവരുടെ കൂടെയുള്ള ആൾക്കാരല്ലേ കൊണ്ടുപോവുക. ഏറ്റവും വിശ്വസ്തരായവർ, ഏറ്റവും കൂടെ നിൽക്കുന്നവർ. ഇത് പ്രശ്നമെന്നറിയോ? ഇത് ജനാധിപത്യം പുഴുക്കുത്തേറ്റ് തുടങ്ങിയിരിക്കുന്നു. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരുപാട് ഔന്നത്യമുണ്ടായിരുന്നു. ഇപ്പോൾ പാർലമെൻറ്റിൽ ശ്രീ MS കുമാറോടെ സംസാരിച്ചല്ലോ, പാർലമെൻറ്റിൽ നമ്മൾ എത്രയോ തവണ കുതിരക്കച്ചവടം കണ്ടു. വിവിധ നിയമസഭകളിൽ എത്ര തവണയാണ് കുതിരക്കച്ചവടം കണ്ടത്? ഇപ്പോൾ ഈ ദൃശ്യം പുറത്തു വരുന്നതോടൊപ്പം തന്നെ എത്രയോ ദൃശ്യങ്ങൾ ഇതല്ലാതെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിനെ പോലും ലജ്ജിപ്പിക്കുന്ന മോശപ്പെട്ട വിവാദമായ കാര്യങ്ങൾ പുറത്തു വന്നില്ല. അന്ന് ഇന്ത്യയൊക്കെ ഭൂമിയോളം ശിരസ് കുനിച്ചു പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ചെറിയ ചിത്രങ്ങളാണ്. ഒരു കാര്യം ഉറപ്പാണ്, CP മുഹമ്മദിലൂടെ പുറത്തു വന്ന ഒരു ഒറ്റപ്പെട്ട സംഭവം, ഒരു ചെറിയ ദൃശ്യം മാത്രമാണ്. അതിൻ്റെ എത്രയോ 10 മടങ്ങാണ് ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാപകമായി മദ്യം, കഞ്ചാവ് ഇതെല്ലാം ഒഴുക്കിക്കൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പറ്റുമോ എന്നും ഭരണത്തെ ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. എനിക്കറിയാലോ, നേരിട്ടറിയാലോ, എത്രയോ പേരെ ഭീഷണിപ്പെടുത്തുന്നു ഓഫീസർമാർ വഴി. അങ്ങനെ ഭരണയന്ത്രത്തെ ഭീഷണി ഉപയോഗിക്കുന്നു, ദുർവിനിയോഗം ചെയ്യുന്നു, കള്ളപ്പണം ഒഴുക്കുന്നു. വ്യാപകമായി കേരളത്തിലെ ജനവിധി അട്ടിമറിക്കുന്നതിനുള്ള പരിശ്രമമുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഇത്തരം വാർത്തകളെല്ലാം പുറത്തു വരുമ്പോൾ ജനങ്ങൾ കൂടുതൽ ജനങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഔന്നത്യം ഉയർത്തിപ്പിടിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ. ശ്രീ MS കുമാർ, അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എളുപ്പം ചെയ്യാൻ സാധിക്കും. ഞാൻ ശ്രീ MS കുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ സജീവനിലേക്ക് ഒന്ന് പോകട്ടെ. ശ്രീ സജീവൻ, ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടികൾ ആണ്, ഒരിടത്ത് കോൺഗ്രസ്, മറ്റൊരിടത്ത് BJP. ഈ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു അപ്പർ ഹാൻഡ് പ്രചരണ രംഗത്ത് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഉപയോഗപ്പെടുത്തലായി മാത്രം കണ്ടാൽ മതിയോ? ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? അല്ല, അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്തായാലും അത് ശരിയാണോ, CP മുഹമ്മദ് കൊടുത്തതാണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. എന്നാൽ പോലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഇത് കോൺഗ്രസിനെതിരെ ഇത് വ്യാജമായി സൃഷ്ടിച്ചതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ നിയമ നടപടിയിലേക്കാണ് പോകേണ്ടത്. ഇപ്പോഴും അധികാരമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. UDFൻ്റെ കയ്യിലാണ് അധികാരമുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ മന്ത്രിസഭ വരുന്നവരെയുള്ള ചുമതല, ഭരണത്തിൻ്റെ ചുമതല കോൺഗ്രസിൻ്റെ കയ്യിലും UDFൻ്റെ കയ്യിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് പോലീസിൻ്റെ അധികാരമുള്ളത് കോൺഗ്രസിൻ്റെ കയ്യിലാണ്. ഇത് തെറ്റാണ് എങ്കിൽ ഇപ്പോൾ തന്നെ പറയാം, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കാം. ഇതൊന്നും കൊടുക്കാതെ ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നൊരു കാര്യമില്ല.
പിന്നെ അധികാരത്തിൻ്റെ തണലിൽ ഇത്തരം കാര്യങ്ങളില്ല, മറ്റു കാര്യങ്ങളൊക്കെ പലതും ചെയ്യും. ഇപ്പം കേന്ദ്രമന്ത്രിമാർ വരുന്നതോ സംസ്ഥാന മന്ത്രിമാർ അവരുടെ യാത്ര ചെയ്യുന്നതോ ഒക്കെ അതൊക്കെ പലപ്പോഴും അവർ സ്വകാര്യമായിട്ടുള്ള വാഹനത്തിൽ പോകണം, ഒരിക്കലും സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും അതല്ലാത്ത രൂപത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇവിടെ പ്രചരണത്തിന് വേണ്ടി കാശ് ധാരാളം, അതിൻ്റെ അധികാരത്തിലൂടെ കിട്ടുന്ന കാശ് ധാരാളം ചിലവഴിക്കുമ്പോൾ അതിൻ്റെ നമുക്ക് തോന്നറിയാലോ, ഇപ്പോൾ ഓരോ മണ്ഡലത്തിലും ഓരോ പാർട്ടിയും ചിലവഴിക്കുന്ന, അല്ലെങ്കിൽ ഓരോ മുന്നണിയും അല്ലെങ്കിൽ ഓരോ സ്ഥാനാർത്ഥിയും ചിലവഴിക്കുന്ന കാശിനെ കുറിച്ച് നമുക്ക് നോക്കിയാൽ അറിയാവുന്നതാണ്. അതിൽ എത്രമാത്രം കണക്കിൽപ്പെടുന്നതിനും അപ്പുറത്താണ് എന്നുള്ള കാര്യം. അത് ഞങ്ങൾക്ക് അങ്ങനെ ചിലവഴിക്കാൻ കഴിയുന്നത് ഞങ്ങൾ അധികാരത്തിലുള്ളത് കൊണ്ടാണ്, ഞങ്ങൾക്ക് പണം കിട്ടുന്നതുകൊണ്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ജനാധിപത്യ വ്യവസ്ഥയിൽ അതിന് ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ജനം ചോദിക്കും. ജനത്തിന് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവകാശമുണ്ട്. ഇപ്പോൾ തന്നെ പറഞ്ഞ പോലെ സർക്കാർ വാഹനത്തിൽ മദ്യം കൊണ്ടുപോകുന്നത് ശരിയാണെങ്കിൽ, ഇപ്പോൾ ഞാനത് കണ്ടില്ല, ആ ദൃശ്യം ഞാൻ കണ്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അധികാരത്തിന് ദുർവിനിയോഗമാണ്. അധികാരത്തിന് മറവിൽ ഇങ്ങനെ പലതും ചെയ്യാം. ഇപ്പോൾ ഏത് സർക്കാർ വകുപ്പിൻ്റെ വാഹനത്തിലും കൊണ്ടുപോകാം, പോലീസ് വാഹനത്തിലും വേണമെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകാം. മദ്യവിരുദ്ധനായിട്ട് നിൽക്കുന്ന ഒരു മന്ത്രിയുടെ മണ്ഡലത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് വരുമ്പോൾ അത് കുറേ കൂടി അത്ഭുതമുണ്ടാകും. ജനങ്ങളവിടെ വെച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ ശരിക്കും ഇത്തരം ഘട്ടങ്ങളിൽ തെറ്റ് വരുത്താതിരിക്കുക. ഇപ്പം നരേന്ദ്രമോദിക്ക് ഒരു ടങ് സ്ലിപ്പ് ഉണ്ടായല്ലോ, അതേപോലെയുള്ളൊരു സംഗതി സോമാലിയ പറഞ്ഞ അവസാനം അദ്ദേഹത്തിൻ്റെ ആ പടയോട്ടം മുഴുവൻ അതോടുകൂടി അസ്തമിക്കുന്നൊരവസ്ഥയിലേക്ക് പോയല്ലോ. അതേപോലെ ഓരോ വീഴ്ചയും ഈ വോട്ടർമാരെ കാണുമ്പോൾ കൈ കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു രീതിയെങ്കിലും ശ്രമിച്ചാൽ ഇതിപ്പോൾ സംഭവിക്കില്ലല്ലോ. ഇത് കൈ കൊടുക്കുന്നതിനിടയിൽ എന്തോ ഉണ്ട് എന്ന് ആരോ പകർത്തി എന്നതാണ് ഇപ്പോഴത്തെ പ്രചരണ വിഷയം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാശ് ചെലവഴിക്കുമ്പോൾ പോലും പിന്നീട് അത് പിടിക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്. ഞാൻ തിരിച്ചു വരാം ശ്രീ സജീവൻ. ശ്രീ MS കുമാർ, ഇപ്പോൾ ശ്രീ സജീവൻ സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തിലേക്ക് എത്താമെന്ന് തോന്നുന്നു. അതായത് പ്രധാനമന്ത്രി ഒരു ടങ് സ്ലിപ്പാണ് സൊമാലിയെക്കുറിച്ച് പറഞ്ഞത് എന്ന രീതിയിൽ ശ്രീ സജീവൻ ഇപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു. അതൊരു ടങ് സ്ലിപ്പ് തന്നെയായിരുന്നു? ഒരിക്കലുമല്ല. വളരെ നിർഭാഗ്യകരമാണ്. പ്രധാനമന്ത്രിയുടെ 50 മിനിറ്റ് പ്രസംഗത്തിൽ നിന്ന് ഒരു വാക്കിനെ, ഒരു വാചകത്തിനെ അടർത്തിയെടുത്ത് ഈ 3 ദിവസമായി നമ്മുടെ കേരളം ചർച്ച ചെയ്യുകയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? നിങ്ങളിലേക്ക് ക്ലിപ്പിങ്സ് ഉണ്ടാവും, നിങ്ങളുടെ ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം ഉണ്ടാവും. ദയവായി ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നിങ്ങൾ പറ്റുമെങ്കിൽ കാണികളെ കാണിക്കണം, അത്രയും ഭാഗം മാത്രമെങ്കിലും. അത് അദ്ദേഹം പറഞ്ഞതെന്താ? ഞാൻ അടുത്ത കാലത്ത് ഒരു ചിത്രം കണ്ടു, മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചൊരു ചിത്രമാണ്. ആ ചിത്രം പേരാവൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു ബാലൻ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഭക്ഷണം തേടുന്ന വളരെ വേദനാജനകമായൊരു ചിത്രമാണ്. സോമാലിയയിൽ നിന്ന് മാത്രമേ ഇത്തരം ചിത്രങ്ങൾ വീണ്ടും കാണാറുള്ളൂ. പിന്നെ കാണണമെങ്കിൽ പിന്നെ ശിശുമരണ നിരക്ക് സോമാലിയയ്ക്കൊപ്പമാണ് കേരളം. ഇത് നരേന്ദ്രമോദി പറഞ്ഞതിന് മുമ്പേ 2 വർഷം മുമ്പേ VS അച്യുതാനന്ദൻ പറഞ്ഞു. ഇത് മാതൃഭൂമിയിലെ ഫോട്ടോ അദ്ദേഹം കണ്ടു. കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വളരെ ഞാൻ അതിനകത്ത് ഒന്ന് തിരുത്തിക്കോട്ടെ. ശ്രീ VS അച്യുതാനന്ദൻ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അട്ടപ്പാടിയിലെ സംഭവമാണ്. അട്ടപ്പാടിയെക്കുറിച്ച് കേരളത്തിൽ തന്നെ ഭരിക്കുന്ന സർക്കാരുകൾക്കും പ്രതിപക്ഷത്തിനും NGOകൾക്കും ഒരു കാഴ്ചപ്പാടുണ്ട്, അവരുടെ പഠനങ്ങളുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും മോശപ്പെട്ട ഒരു പ്രദേശത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അട്ടപ്പാടിയാണ് എന്ന് ആളുകൾ പറയാറുണ്ട്. കാരണം അത് അട്ടപ്പാടിയുടെ ഒരു മോശം അവസ്ഥയെക്കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രി വന്ന അട്ടപ്പാടിയെക്കുറിച്ചല്ല പറഞ്ഞത്, പേരാവൂരിനെ കുറിച്ചും അല്ല പറഞ്ഞത്. കേരളം മുഴുവൻ സോമാലിയയാണെന്ന് പറയുമ്പോൾ കേരളം ഇത്ര കാലമായി നേടിയെടുത്ത സാമൂഹ്യ മുന്നേറ്റങ്ങളെല്ലാം തന്നെ ഒറ്റയടിക്ക് ഇല്ലാതാക്കി കളയുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമാകില്ലേ? ലാലേ, നിങ്ങൾ പറഞ്ഞ് ഇല്ലാ കഥകൾ ഉണ്ടാക്കരുത്. പ്രധാനമന്ത്രി പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ദയവായി ആ ഭാഗം വീണ്ടും ഇടണം, ഈ കാണികളെ കാണിക്കണം നിങ്ങളത്. അങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞത്? കേരളം മുഴുവൻ സോമാലിക്ക് തുല്യമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ശ്രീ കുമ്മനം രാജശേഖരൻ അത് ആവർത്തിച്ചതോ? ഞാനിതാ ഒരു നിങ്ങൾ ദയവ് ചെയ്ത് എനിക്കൊരു മിനിറ്റ് സമയം തരണം. അട്ടപ്പാടിയെ സോമാലിയെ ആക്കിയത് UDF സർക്കാരാണ്. VS അഗളി കുട്ടികളെല്ലാം മരിച്ചു വീഴുന്ന സോമാലിയന് തുല്യമായ സ്ഥിതിയാണല്ലേ അട്ടപ്പാടിയെ തള്ളിവിട്ടത് UDF സർക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അട്ടപ്പാടിയിൽ 4 ശിശുമരണങ്ങൾ വീതം നടന്ന കണ്ടിയൂർ, നെല്ലിപ്പതി ഊരുകൾ സന്ദർശിച്ച ശേഷം അഗളിയിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വിഷയം 2013 ജൂൺ 4-ാം തീയതി അതിനകത്തൊരു അപശബ്ദവും തോന്നിയില്ല. പ്രധാനമന്ത്രി പറഞ്ഞതിനകത്ത് എന്ത് പ്രശ്നമാണ് ശ്രീ റഹീം? അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അതാണ് രാഷ്ട്രീയം. അച്യുതാനന്ദൻ പറയുമ്പോൾ നിങ്ങൾക്ക് തമസ്കരിക്കാനും നരേന്ദ്രമോദിജി പറയുമ്പോൾ അതൊരു വലിയ വാർത്തയാക്കാനും ശ്രമിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും അജണ്ടയുണ്ടല്ലോ, അതാണ് വിഷയം. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നരേന്ദ്രമോദിജി പല കാര്യങ്ങളും പറഞ്ഞു.
ഈ രണ്ട് മുന്നണികളും കാലാകാലങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികളെ പറ്റി പറഞ്ഞു. നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തെന്താ? ബംഗാളിൽ ഐക്യത്തോടെയും ഇവിടെ വിഘടിച്ചും നിന്ന് മത്സരിക്കുന്നതിനെ പറ്റി പറഞ്ഞു. എന്താ ചർച്ച ചെയ്യാത്തത്? കേരളം വ്യവസായ രംഗത്ത്, കാർഷിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തെല്ലാം പിന്നോക്കം പോയ അനുഭവങ്ങൾ പറഞ്ഞു. എന്താ ചർച്ച ചെയ്യാത്തത്? അതുകൊണ്ട് അച്യുതാനന്ദൻ 2013 പറഞ്ഞാൽ അത് ശരി, നരേന്ദ്രമോദി 2016 പറഞ്ഞാൽ അത് തെറ്റ്. എന്ത് ന്യായം ഇത്? ശ്രീ എം എസ് കുമാർ അവസാനിപ്പിച്ചെന്ന് കരുതുന്നു. സൊമാലിയ എന്ന് അച്യുതാനന്ദൻ പറഞ്ഞാൽ, സൊമാലിയ എന്ന് നരേന്ദ്രമോദി പറഞ്ഞാലും അതൊരു തെറിവാക്കുന്നുമല്ല ശ്രീ എം എസ് കുമാർ. അത് പറയാം, ആർക്കും പറയാം, താങ്കൾക്കും പറയാം. കേട്ടാ തോന്നുന്നു എന്തോ മഹാ അപകടം നരേന്ദ്രമോദിജി പറഞ്ഞു എന്നുള്ള മട്ടിലാണ്. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നില്ലേ ശ്രീ എം എസ് കുമാർ? എന്നെ ഒന്ന് കേൾക്കണം. ഞാനൊരു ചോദിക്കട്ടെ, അതൊരു തെറിവാക്കുന്നതല്ല ശ്രീ എം എസ് ലാൽ. അത് പറയാം, അത് കൃത്യമായിട്ട് പറയാം ശ്രീ എം എസ് കുമാർ, അത് പറയാം. അത് പറയുന്ന ഒരു നിങ്ങളെന്താ പറയുന്നത്? നിങ്ങൾ കേരള മോഡലിനെ കളിയാക്കുന്നു. അത് നരേന്ദ്രമോദിയുടെ സ്ലിപ്പ് ഓഫ് ടങ് എന്ന് ശ്രീ സജീവൻ പറഞ്ഞതിനെ ഞാൻ തിരുത്തുകയാണ്. അത് തെറ്റാണ്. ഞാൻ 2-3 ഉദാഹരണം പറയാണ്. BJPയുടെ RSSന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ ഈ കേരളത്തെ ചെകുത്താൻ്റെ നാടെന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചു. സ്ലിപ്പ് ഓഫ് ടങ് ആണോ? 2, ഈ കേരളത്തിൽ നിങ്ങളുടെ മുദ്രാവാക്യം എന്താ? നിങ്ങളുടെ ടാഗ് ലൈൻ വഴിമുട്ടിയ കേരളം വഴികാട്ടാൻ BJP എന്നാണ്. 3, നിങ്ങളിത് നോക്കൂ, എൻ്റെ കയ്യിലിരിക്കുന്നത് BJP കേരളത്തിൽ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന കുറ്റപത്രം എന്ന് പറയുന്ന NDAയുടെ ഇടതുവലത് മുന്നണികൾ ഭരിച്ചു മരിച്ച കേരളത്തിൻ്റെ ദയനീയ ചിത്രം എന്ന് പറയുന്ന ഒരു ബുക്ക്ലെറ്റാണ്. ഈ ബുക്ക്ലെറ്റിൻ്റെ പേജ് നമ്പർ 6, ടൈറ്റിൽ എന്നറിയോ? എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾ. ഇതാണ് ടൈറ്റിൽ. ഒറ്റയടിക്കെന്താ പോട്ടെ. അതേ ബുക്ക്ലെറ്റിൻ്റെ പേജ് നമ്പർ 15, അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുമോ? പഠിപ്പുണ്ട് പക്ഷേ പഠിച്ചവന് നാട്ടിൽ തൊഴിലില്ല. ഒരേ ബുക്ക്ലെറ്റിൽ പറയാണ് പഠിപ്പുണ്ട് എന്ന്. അതേ ബുക്ക്ലെറ്റിൽ പറയുന്നു എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾ. ഈ കോൺട്രഡിക്ഷൻ എങ്ങനെയായിരിക്കും? പോട്ടെ. എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾ എന്ന ഭാഗത്ത് ചില കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ കണക്കുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ കേരളം പിന്നോട്ട് എന്ന് പറയുന്ന ഏതോ ഒരു റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള മാതൃഭൂമിയുടെ ഒരു ന്യൂസ് കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ആ ന്യൂസ് കട്ടിങ്ങിലെ 2ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ്. അതേസമയം ചില കുറവുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇംഗ്ലീഷ് പഠന നിലവാരം ദേശീയ തലത്തേതിനേക്കാൾ മെച്ചപ്പെട്ടു. രാജ്യത്തെ പ്രൈമറി സ്കൂളിലെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് പ്രസിദ്ധീകരിക്കുന്ന 10 എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ദേശീയ ശരാശരിയേക്കാൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കേരളത്തിൽ മെച്ചപ്പെട്ടു എന്ന് ഇവർ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ മാതൃഭൂമിയുടെ പത്രക്കട്ടിങ്ങിലെ ഉള്ളിലെ വരികളിലുണ്ട്. യഥാർത്ഥത്തിൽ ലാൽ എന്താണ്? കേരളം ഒരുപാട് മുന്നോട്ട് പോയി. ശ്രീ എം എസ് കുമാർ, ഇന്ത്യയിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കുട്ടികൾ പള്ളിക്കൂടങ്ങളിൽ പോകുന്നത് കേരളത്തിലാണ്. സൗജന്യമായ വിദ്യാഭ്യാസവും പള്ളിക്കൂടങ്ങളിൽ 3 നേരം ഭക്ഷണവും പോഷകാഹാരവും കിട്ടുന്നത് കേരളത്തിലാണ്. ഇതാണ് കേരള മോഡൽ. പക്ഷേ തീരുന്നില്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. പക്ഷേ എല്ലാവരും കേരള മോഡൽ കൊട്ടിഘോഷിക്കുന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ, ഞങ്ങൾ കേരളം അമർത്യാസൻ ഉൾപ്പെടെ മുഴുവൻ പേരും ഈ കേരള മോഡലിനെ ന്യായീകരിക്കുന്ന മുഴുവൻ പേരും സ്വയം വിമർശനമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ 1ാമത്തെ ഈ ഘട്ടങ്ങൾ കഴിയുമ്പോഴും 2ാം ഘട്ടം കഴിയുമ്പോഴും ഇനി നമുക്ക് ആർജിച്ചെടുക്കേണ്ട ഘട്ടം വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നതാണ്. എല്ലാ വിദ്യാർത്ഥികളെയും പള്ളിക്കൂടത്തിലെത്തിക്കാൻ 60 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ സാധിച്ച ഒരേ ഒരു സംസ്ഥാനം കേരളമാണെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം കയ്യെത്തും ദൂരെ കൊടുക്കാൻ കഴിഞ്ഞ അത് കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ അവിടെ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് പറ്റുന്ന ഒരു അബദ്ധം, നിങ്ങൾ ഇതെല്ലാം കൂടി കഴിഞ്ഞ 60 വർഷം കൊണ്ട് ഇവിടെ കേരളം മുഴുവൻ നശിച്ചു എന്നും ഈ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ നിൽക്കുന്ന കേരളത്തെ കാണാതെ ഇത് കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായ സംഭവം പോലും ഒരുപക്ഷെ കഴിഞ്ഞ 60 വർഷം കൊണ്ടുണ്ടായതാണെന്നൊക്കെ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആവേശം കൊണ്ട് 2 മുന്നണികളെയും ഒറ്റയടിക്ക് ഇടിച്ചു താഴെയിടാൻ ശ്രമിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണോ? 5 വർഷത്തെ ഭരണം മാത്രം ഞങ്ങൾ വിലയിരുത്തി അഭിപ്രായം പറയുന്നതിനോടായിരിക്കും നിങ്ങൾക്ക് താല്പര്യം. അല്ല, പക്ഷെ അങ്ങനെ താങ്കൾ പറഞ്ഞോളൂ. അങ്ങനെയല്ലല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിൻ്റെ സത്യസന്ധമായ ഇന്നത്തെ അവസ്ഥ വിലയിരുത്തുമ്പോൾ 60 വർഷം മാറി മാറി ഭരിച്ച ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ പട്ടാളക്കാരൻ്റെ ഡ്രില്ല് പോലെ നിന്നിടത്ത് നിന്നുകൊണ്ട് ലെഫ്റ്റ് റൈറ്റ് ചവിട്ടുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഏത് മേഖലയിലാണ് നമുക്ക് കേരളം മുന്നോട്ട് പോകാൻ സാധിച്ചുള്ളത്? അയൽ സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്താണ് സംസാരിക്കുന്നത്. കാർഷിക മേഖല സോമാലിയ ആയത് ഞാൻ 1000 വട്ടം പറഞ്ഞല്ലോ. സോമാലിയ ആയത് അദ്ദേഹം ഈ ചിത്രം കണ്ടിട്ടാണ് പറഞ്ഞത്. ആ ചിത്രത്തിന്റെ അത്രയും ദയനീയമായ ചിത്രം നമ്മൾ കണ്ടതല്ലേ? നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ സംസാരിച്ചിട്ട് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ ബാലൻ ഭക്ഷണം തേടുന്ന ദയനീയമായ ഒരു ചിത്രം അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ കണ്ടു, എനിക്കത് വേദന തോന്നി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞാൽ ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരത്തിൽ പോലും ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് അവിടെ പട്ടിണി കിടന്ന് മരിക്കുന്ന ആളുകളുടെ ചിത്രം ഇതിനേക്കാൾ കൂടുതലുണ്ട്. പല സംസ്ഥാനങ്ങളിലുമുണ്ട്. നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും കണക്കെടുത്ത് നോക്കിയാൽ ഉണ്ടാകും. കേരളത്തിനേക്കാൾ മോശപ്പെട്ട സാമൂഹ്യ
ഹ്യൂമൻ റിസോഴ്സ് ഇൻഡെക്സ് ഉള്ള സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. അതൊന്നും കാണാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിലെ ഒരു ചിത്രം കണ്ടപ്പോൾ ഈ രീതിയിൽ സോമാലിയയായി ഉപമിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി എന്ന് പറയേണ്ടത് കേരളത്തിലെ BJP-ക്കാരുടെ ഒരു ഉത്തരവാദിത്തമല്ലേ? അല്ല, അദ്ദേഹം ഛത്തീസ്ഗഡിൽ കണ്ട ഒരു ചിത്രത്തിനെ പറ്റി കേരളത്തിൽ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ സ്ഥിതിയെ വിലയിരുത്തിക്കൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ കണ്ട ചിത്രത്തെ പറ്റി പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അതും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവാം. ഒരു മുതിർന്ന നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, അദ്ദേഹം കൂടി പറഞ്ഞു കേരളത്തിൽ ആദിവാസി ഊരുകളിൽ സോമാലിയയ്ക്ക് തുല്യമാണ് സ്ഥിതിയെന്ന്. ശ്രീ അനിൽ ബോസ്, ഒരുപക്ഷെ നിങ്ങളുടെ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് കണ്ട ഒരു മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ബാലന്റെ ചിത്രമാണ് പ്രധാനമന്ത്രിയെ കൊണ്ട് ഇത് പറയിച്ചത്. നിങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ടോ? നിങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ അങ്ങനെ പേരാവൂരിൽ ആരെങ്കിലും എച്ചിൽ കൂനയിൽ നിന്ന് ഭക്ഷണം കഴിച്ചോ? അതെ, നിലവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. കേവലം ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനല്ല. അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു ചിത്രം കണ്ടു എന്നറിയുമ്പോൾ അതിനെക്കുറിച്ച് പരിശോധിക്കണം. എന്താണ് അവിടെ നടന്നതെന്ന് അറിയണം. തിരുവണ്ണാമൂർ പഞ്ചായത്തിൽ പേരാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഒരു തൊഴിലാളി കുടുംബത്തിലെ 3 കുട്ടികൾ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് ആഹാരം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ചിത്രം വന്നു. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചു, അന്വേഷിച്ചു. പേരാവൂർ പോലീസ് അന്വേഷിച്ചു, പട്ടികജാതി വകുപ്പിൻ്റെ ഡയറക്ടർ അന്വേഷിച്ചു. ഇത് സംബന്ധിച്ച് 5ലും 6ലും പഠിക്കുന്ന കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഭക്ഷണം കൂടാതെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 25 ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്ക് സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്ന നാടാണ് കേരളം. അവിടെ ഏതെങ്കിലും ഒരു കുട്ടി ക്ലാസ്സിൽ കയറാതെ പോയി അവിടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നു എന്ന് അന്വേഷിക്കുകയും അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ആറളം എന്ന് പറയുന്ന ഫാമിൽ 1 ഏക്കർ സ്ഥലമുള്ള ഒരു കുടുംബമാണ് ഈ കുട്ടികളുടെ കുടുംബം. അവിടേക്ക് താമസം മാറാൻ സർക്കാർ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിട്ട് മാറിയിട്ടില്ല. വസ്തുതകൾ ഇതൊക്കെ ആയിരിക്കെ ഇതൊന്നും മനസ്സിലാക്കാതെ കേവലം ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സോമാലിയെ പോലെ അധപ്പതിച്ചൊരു നാടാണ് കേരളം എന്ന് നരേന്ദ്രമോദിയെ നിങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത അപരാധമാണ് ഉറച്ച നിലപാടാണ് എനിക്ക്. ഒന്നുകൂടി കഴിഞ്ഞ 15 വർഷക്കാലം ഇരുത്താനുമുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അല്ല, അത്തരമൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ അതിൻ്റെ സാഹചര്യം ബോധ്യപ്പെട്ടു. ആഹാരം കഴിക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, സ്കൂളുകളിൽ നിന്ന് ഉച്ചഭക്ഷണം സൗജന്യമായി കിട്ടാഞ്ഞിട്ടല്ല, താമസിക്കാൻ 1 ഏക്കർ സ്ഥലം സർക്കാർ കൊടുക്കാഞ്ഞിട്ടല്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തി പരിശോധിച്ചിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് പരാതിയുള്ളതടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന, മനുഷ്യ വിഭവശേഷിയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന, ആരോഗ്യരംഗത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന, ശുചിത്വത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന, വാക്സിനേഷനിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. എല്ലാ അർത്ഥത്തിലും സാക്ഷരതയിലടക്കം 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 15, 20, 21 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ നയിച്ചിട്ട് ആ നാടിന് വേണ്ടി ഒരു ഗുണവും ചെയ്യാത്ത നരേന്ദ്രമോദി 15 വർഷക്കാലം ഭരിച്ച ഗുജറാത്ത് കേരളത്തിന്റെ ഒപ്പം ഒരു മേഖലയിലും എത്തിയിട്ടില്ല. അതുകൂടി മനസ്സിലാക്കണം. ഒരു മേഖലയിലും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയും ഐക്യമുന്നണിയും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെതായ സംഭാവനയുണ്ട് കേരളത്തിൽ. കോൺഗ്രസ് പാർട്ടിക്കും ഐക്യജനാധിപത്യ സംഭാവനയായിരിക്കാനും ശ്രമിക്കുന്നുമുണ്ട്. അതേസമയം അനിൽ ബോസ് പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചിത്രം വന്നുപോയത് അതിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ രീതിയിലേക്ക് പറഞ്ഞത്, അവർ അന്വേഷിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന്. ശരിക്കും യഥാർത്ഥത്തിൽ ആരാണ് ഉത്തരവാദി? ആദിവാസി കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് UDF ഭരണകാലത്ത് നിത്യസംഭവമാണ്, നിത്യകാഴ്ചയാണ്. ആ കുട്ടികൾ മദ്യം കഴിച്ചാണ് മരിച്ചത്, അവരുടെ രക്ഷകർത്താക്കളും മദ്യപാനികളായതുകൊണ്ടാണ് മരിച്ചത് എന്ന് ഇതിന് തൊടുന്യായം പറഞ്ഞവരാണ് ശ്രീ അനിൽ ബോസിൻ്റെ പാർട്ടിക്കാർ നിയമസഭയ്ക്കുള്ളിൽ. ഇത് അതാത് സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഉയർത്താറുണ്ട്, അതിൽ ഷാർപ്പായ അഭിപ്രായം പറയാറുണ്ട്, വിമർശനം ഉന്നയിക്കാറുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ ഇത് സംബന്ധിച്ച് ശക്തമായി പ്രഹരമേൽപ്പിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞു. അത് ശരിയാണ്. നിങ്ങൾ ഈ ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ചെയ്ത് കടുത്ത ആദിവാസി വിരുദ്ധ സമീപനമാണ്. അവർക്കാർക്കും ഭൂമി കൊടുത്തില്ല. എത്ര തവണയാണ് ആദിവാസികൾക്ക് സെക്രട്ടറിയുടെ മുമ്പിൽ സമരം ചെയ്യേണ്ടി വന്നത്? എല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ചു എന്ന് മാത്രമല്ല, ആദിവാസികൾക്കായി നീക്കിവെച്ച ഫണ്ട് വകമാറ്റി ചിലവഴിച്ചാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന് വേണ്ടി ഇവർ ഫണ്ട് കണ്ടെത്തിയത്. ഇങ്ങനെ ഗുരുതരമായ അനാസ്ഥയുണ്ടായി. പള്ളിക്കൂടങ്ങളിൽ നിന്ന് കുട്ടികൾ ബഹിഷ്കരിക്കപ്പെട്ടു. പിന്നെ അനിൽ ബോസ് പള്ളിക്കൂടങ്ങളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്തതിനെക്കുറിച്ച് പറയുകയാണ്. രസകരമാണ് ഈ കാര്യം. ഈ കേരളത്തിൽ ആദ്യമായി ഇടതുപക്ഷ സർക്കാർ പള്ളിക്കൂടങ്ങളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അന്ന് കഞ്ഞി നയനാരെന്ന് പറഞ്ഞ് നയനാരെ കളിയാക്കിയവരാണ് ഇവർ. എന്തായാലും അത് കടന്ന് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ
ഞങ്ങളുടെ തന്നെ പല സർക്കാരുകളും 3 നേരം ഭക്ഷണം കൊടുക്കുന്ന നിലയിലേക്ക് എത്തിച്ചു. ഈ ഗവൺമെൻറ് കഴിഞ്ഞ തവണ ചെയ്തെന്താ? കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു പള്ളിക്കൂടത്തിൽ ആവശ്യത്തിന് പണം കൊടുത്തോ ഭക്ഷണം കൊടുക്കാൻ? ആഴ്ചയിൽ 2 ദിവസം പോഷകാഹാരം കൊടുക്കുമായിരുന്നു, മുട്ടയും പാലും. കൊടുത്തോ നിങ്ങൾ? ഈ ആലോചിച്ച് നോക്കി, ഈ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. പൊതുവിദ്യാഭ്യാസ മേഖല പൂർണ്ണമായി തകർത്തു. SSLC തകർത്തതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെ കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുത്തില്ല, കുട്ടികൾക്ക് ഭക്ഷണവും കൊടുത്തില്ല. അതാണ് യഥാർത്ഥ സംഭവം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ വലിയ ചർച്ചയായി ഉയർന്നു വരുന്നൊരു സാഹചര്യത്തിലാണ്. പ്രശ്നം കൊണ്ട് മാത്രമല്ല ശ്രീ MS കുമാർ, നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള ഒരു ഈ സൊമാലിയ എന്ന വാക്കിലൂടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ദുരന്തം മനസ്സിലാക്കി അത് തിരുത്താനും കേരള ജനതയോട് ഒന്ന് പൊറുക്കണമെന്ന് പറയാനും തയ്യാറാണോ ഈ നിമിഷം? ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ റഹീം പറഞ്ഞല്ലോ, ആദിവാസി ഊരുകളിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് പ്രധാനമന്ത്രിയും പറഞ്ഞത്. അത് നേരത്തെ അച്യുതാനന്ദൻ പറഞ്ഞതാണ്. ഞാൻ പറയട്ടെ, ശ്രീ അച്യുതാനന്ദൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് വിഷയമല്ല, അദ്ദേഹത്തിന് എന്തും പറയാം. നരേന്ദ്രമോദി പറയുമ്പോൾ അത് വിഷയമാവുന്നത് ശരിയല്ലല്ലോ. ഒരു കാര്യം കൂടി ഇവരിപ്പോ നേരത്തെ ലാല് പറഞ്ഞു കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തെ മാത്രം വിലയിരുത്തിയാൽ പോരെ, 60 വർഷത്തെ എന്തിനു പറയുന്നു? അല്ല, അത് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകുന്നതുകൊണ്ടാണ് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഗുണമുണ്ടാകും എന്ന എന്റെ ഒരു ആശംസയായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്നവരാണല്ലോ ഇടതുപക്ഷക്കാർ. എന്നാ പിന്നെ എന്തിനാ ചെങ്ങറയിൽ ഭൂമിക്ക് സമരം ചെയ്യണം, എന്തിനാ അരിപ്പയിൽ സമരം ചെയ്യണം, എന്തിനാ മുത്തങ്ങയിൽ സമരം ചെയ്യണം? ആദിവാസികൾക്ക് ദയവായി ക്ഷമിക്കുക, ഞാൻ അങ്ങയിലാണ് ഇത് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം എനിക്ക് അതിന് സാധിക്കുന്നില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ MS കുമാർ, ശ്രീ A റഹീം, ശ്രീ അനിൽ ബോസ്, ശ്രീ സജീവൻ. സുരേഷ് ഗോപിക്കെതിരെ സംവിധായകൻ കമൽ സുരേഷ് ഗോപിയെ ലജ്ജയോടെ മാത്രമേ നോക്കാനാകൂ എന്നും രാജ്യസഭാ സ്ഥാനത്തിന് വേണ്ടി സുരേഷ് ഗോപി മോഡിയുടെ അടിമയായെന്നും കമൽ തൃശൂരിൽ പ്രതികരിച്ചു.